ാണ് അനുജന്റെ മൃതദേഹവും അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹവും ഞങ്ങൾ കണ്ടിട്ട് വന്നു. മാരകമായ മുറിവാണ്, തലയ്ക്കാണ് മുറിവ് ഏറ്റവും കൂടുതൽ ഏറ്റിരിക്കുന്നത്. ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല, ആരാണെന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അതിന്റെ രക്ഷകർത്താക്കൾ അതുവരെയും വന്നിട്ടില്ല, അതുവരെയും ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. നമ്മളൊരു സാധാരണ ഒരു മനുഷ്യന് അത് കാണാൻ പറ്റില്ല. മാരകമായ മുറിവാണ് ഈ സഹോദരനും ഈ പെൺകുട്ടിയുടെയും മുഖത്തുള്ളത്. നിങ്ങൾ ഒരു നോക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ തന്നെ തൊട്ട് ബാക്കിലോട്ട് മാറിപ്പോയി. അതാണ് അവസ്ഥ. ഈ നാട് നെടുങ്ങി നിൽക്കുകയാണ് ഇപ്പോഴേ. കാരണം അത്രയും വലിയ മാരകമായ ഒരു കൊലപാതകമാണ് നടന്നത്. 6 പേരുടെ പുള്ളി ട്രാവൽ ചെയ്ത് അടുത്ത സ്ഥലത്ത് വന്നു. അവിടെ അവരോട് സംസാരിച്ചതിന് ശേഷം 3 മണിക്കായിരിക്കും ഈ മാതാവിനെ, അതായത് കുട്ടിയുടെ വാപ്പാടെ മാതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പാങ്ങോടാണ് സ്ഥലം. അത് യാത്ര ചെയ്തു പൂനമേങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് വലിയപ്പായും വലിയമ്മായും കൊലപ്പെടുത്തി. അതിനുശേഷമാണ് ഇവിടെ വന്നപ്പോഴത്തെ ഏകദേശം ഒരു 3 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് ഇത് 3 കൊലപാതകം നടന്നപ്പോൾ. തീർച്ചയായും അമൃത, നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ 3 വീടുകൾ തമ്മിൽ ഒരു 3 മണിക്കൂറിന്റെ ദൂരമേ ഉള്ളൂ. അതിനുള്ളിൽ വെച്ചാണ് ഈ കൊലപാതകങ്ങൾ അത്രയും നടത്തിയത്. അതിൽ അല്പനേരം മുമ്പ് നമ്മളിവിടെ ഒരു സുഹൃത്തുമായി, അഫ്നാന്റെ സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് സഹോദരൻ അഹ്സാനെ കുഴിമന്തി മേടിച്ചു കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു എന്നാണ്. അപ്പോൾ ആ നിലയിലാണെങ്കിൽ കൊല ചെയ്യാൻ ഉറച്ചുകൊണ്ട് തന്നെ സ്വന്തം അനുജനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് വിവിധ മുറികളിലായിട്ടാണ് സഹോദരനെയും മാതാവിനെയും സുഹൃത്തിനെയും കൊല ചെയ്യുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പെരുമലയിലുള്ള വീട്ടിൽ നടത്തിയ കൊലപാതകം വെട്ടിയല്ല, ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ്. മരണപ്പെട്ട അവരുടെ മൃതദേഹം കണ്ട നാട്ടുകാരും പറയുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ, തല തകർന്ന നിലയിലാണ് ഓരോ മൃതദേഹങ്ങളും ഉള്ളത്. ആ നിലയിൽ കൊല ചെയ്യാൻ ഉറച്ചുകൊണ്ട് തന്നെ തലക്കടിച്ച് കൊല ചെയ്യുകയായിരുന്നു. തുടർന്ന് ഗ്യാസ് തുറന്നു വിട്ട ശേഷം പ്രതി വാതിലുകളെല്ലാം പൂട്ടി, മുൻഭാഗത്തെ വാതിലുകൾ എല്ലാം തന്നെ പൂട്ടി പിൻഭാഗത്തുകൂടി പുറത്തിറങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് തൊട്ടടുത്തുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി പോകുന്നത്. ആ ഘട്ടത്തിൽ വെച്ച് അഫാനെ കണ്ട സുഹൃത്താണ് അല്പനേരം മുമ്പ് നമ്മളോട് സംസാരിച്ചത്, മുഹമ്മദ് അലിഫ് പറയുന്നത് ഒരു സാധാരണ തന്നെ കണ്ടാൽ സംസാരിക്കുന്നത് പോലെ അളിയ എന്ന് പറഞ്ഞ് കൈവീശി കാണിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും തുടർന്ന് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് തിരക്കാനായി അവിടെ ചെന്നപ്പോൾ ഞാനൊരു 3-4 പേരെ കൊന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന അഫാനെയാണ് സുഹൃത്ത് അവിടെ കണ്ടത്. പിന്നീടാണ് നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ, വിവരങ്ങൾ നമ്മൾ അറിയുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകളും ക്രൂരതയും അതിന്റെ ദാരുണതയും നമ്മൾ അറിയുന്നതും ഒക്കെ ഉള്ളത്. ഏതായാലും പോലീസ് അതിന്റെ എന്താണ് സംഭവം നടന്നത്, ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയാനുള്ള അന്വേഷണം നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ആരാണ്, ആ പെൺകുട്ടിക്ക് ഈ പ്രതിയായ അഫാനുമായുള്ള ബന്ധം എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് ഇതേവരെ ആർക്കും തന്നെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. പെൺകുട്ടിയുടേത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ ആരും ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പെൺകുട്ടി ഈ വീട്ടിലുണ്ടായിരുന്നുവെന്ന് തൊട്ടടുത്ത ബന്ധുക്കളോ നാട്ടുകാരോ ഒന്നും അറിഞ്ഞിട്ടിരുന്നില്ല. ഇപ്പോൾ നമുക്കൊരു അയൽവാസി കൂടി ചേരുന്നുണ്ട്.